മകളെ, ഈ നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ ജോലിയുടെ പ്ലസ് പോയിന്റ്സ്? ഒന്ന്, സമാധാനമുള്ള ജോലിയാണ്, മനസമാധാനം, സന്തോഷം, ഗ്യാരണ്ടി. രണ്ട്, പ്രൊമോഷൻ ചാൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കയറി പോവാം. മൂന്ന്, ഡിഗ്രി ലെവലിൽ നല്ല സാലറി നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷൻ എങ്ങാനും മിസ്സാക്കുകയാണെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ 2028 എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. ഒക്കെ അത്രയും കാലം കാത്തിരിക്കേണ്ടി വരും. ഇനി നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഒരു മിനിറ്റ് തള്ളി ഇങ്ങ് പോവുകയാണല്ലോ. മക്കളെ, ഇതിന്റെ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിയമനം നല്ല കുറവാണ്. മാക്സിമം ഒരു 300 അഡ്വൈസ് അല്ലെങ്കിൽ 350 അഡ്വൈസ്, അത്രയും മാത്രം പ്രതീക്ഷ മതി. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 4 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യും, അതിനകത്ത് 300 പേർക്ക് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്റെ കോമ്പറ്റീഷൻ എത്രത്തോളം വലുതായിരിക്കും. രണ്ട്, ഈ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതായത് ഗവൺമെന്റിന്റെ കുറെ ഗ്രാന്റുകൾ ബാക്കിയെല്ലാം കൊണ്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, മൂന്നാമതായിട്ട് ഇതിനകത്ത് പെൻഷൻ വരുന്നില്ല, PF പെൻഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ഭാവി എന്തായിരിക്കും? അതായത് പ്രൈവറ്റ് സെക്ടറിൽ യൂണിവേഴ്സിറ്റീസും ബാക്കിയെല്ലാം വരാം. ആ സമയത്ത് നമ്മുടെ ജോലിയുടെ സ്ഥിരത എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ. ഇനി നിങ്ങൾ ചിന്തിച്ചു, ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം. മകളെ, ഇതിന്റെ പ്ലസും മൈനസും ഒക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇനി ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കണം. അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. കാരണം നിയമനം കുറവാണ്, അങ്ങനെയൊക്കെയാണ്. അവിടെ നമുക്ക് കോമൺ ഡിഗ്രി പ്രിലിംസ് ആണ് വരുന്നത്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഏറ്റവും അധികം നിയമന സാധ്യത കൂടുതലുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 4000-ലധികം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് 2200 നിയമനങ്ങളാണ് നടന്നേക്കുന്നത്. അപ്പൊ അവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊരു വൻമരം നിപ്പുണ്ട്. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അപ്പൊ അത് നിങ്ങളുടെ ഒരു സേഫ്റ്റി പാക്കേജ് ആക്കിക്കൂടാം. നമ്മൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടാൻ ആരുണ്ട്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അപ്പൊ അവിടെ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാം. അവിടെ നിന്നിട്ട് നമുക്ക് നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവണോ? ഓക്കെ, കുഴപ്പമില്ല, പ്രിപ്പയർ ചെയ്തോ. അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ആവണോ? കുഴപ്പമില്ല, പ്രിപ്പയർ ചെയ്തോ. അവിടെ ഗ്യാരണ്ടി ആയിട്ട് പ്ലാൻ ബി ആയിട്ട് ആര് കിടപ്പുണ്ട്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കിടപ്പുണ്ട്. പഠിച്ചാൽ ജോലി ഷുവറാണ്. ഇങ്ങനെ ഒരു ടോക്ക് തന്നെയുണ്ട്, ഉറങ്ങിപ്പോയിരുന്ന് പരീക്ഷ എഴുതിയാലും നമുക്ക് ജോലി കിട്ടും. അങ്ങനെയൊന്നുമല്ല, പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തു. ഇത്രയും സെറ്റ് ഓഫ് എക്സാംസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. അവിടെ നിങ്ങൾക്ക് ഒരു ജോലി ഷുവറാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോമൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ക്ലാസ് കിട്ടും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്ലാസ് കിട്ടും, ദെൻ SBCAD കിട്ടും, എക്സൈസ് ഇൻസ്പെക്ടർ കിട്ടും. ഇതിനെല്ലാത്തിനും കൂടെ ചേർത്തൊരു കോമൺ ബാച്ച്. ഇതിനകത്ത് പ്രിലിംസ് ഒന്നാകാനാണ് സാധ്യത. മെയിൻസിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ സിലബസ് മാറുന്നത്. സോ മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിന്റെ മെയിൻസിന്റെ ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇൻ എ സിംഗിൾ പേയ്മെന്റ്. അപ്പോ നമുക്ക് ജോലി ഉറപ്പിക്കാനും പറ്റും, പിന്നെ റിസ്ക് ഇല്ലാതെ നമുക്ക് പാഷനെ ഫോളോ ചെയ്യാനും പറ്റും. അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാ. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം, വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യ പേരുകൾ നിങ്ങളുടേതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ കാണാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക, അല്ല എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു.